ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്നു വച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആത്മാവിൽ പറയുകയാണ് ഒരു വാക്ക്, സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. അപ്പം അപ്പോസ്തലന് ഒറ്റ ലക്ഷ്യമാണ്, ആത്മഭാരമുള്ള ദൈവസ്നേഹമുള്ള ധന്യനായ അപ്പോസ്തലന് ഒരൊറ്റ ലക്ഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സ്നേഹത്തിൽ ഏകീഭവിക്കണം. സ്നേഹത്തിൽ ഏകീഭവിച്ചാൽ മാത്രമേ അതിൻ്റെ തൊട്ടുമുകളിൽ പറയുന്ന ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്, നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച്. അപ്പം അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു സഭയിൽ ഹൃദയങ്ങൾക്കൊരാശ്വാസം ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ഒത്തിരി പേരുണ്ട്. അത് ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വരുന്ന ഭാരമാണ്. എന്നാൽ അപ്പോസ്തലൻ ഇവിടെ പറയുന്നു, നിങ്ങൾ സ്നേഹത്തിൽ ഏകീഭവിച്ചാൽ, സ്നേഹത്തിനകത്ത് ഒരുമനപ്പെട്ടാൽ, സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ, അവിടെയാണ് പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. മോശ യഹോവയായ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അങ്ങ് വന്നില്ലെങ്കിൽ എന്നെ അയക്കരുത്. അതിൻ്റെ മറുപടി ഇങ്ങനെയാണ്, എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. അപ്പോൾ ദൈവ സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? സ്വസ്ഥതയുണ്ട്. അപ്പോൾ സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പ്രസൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പുതിയ നിയമസഭയിൽ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് അങ്ങനെയാണ്, സ്നേഹത്തിൽ ഏകീഭവിക്കുക, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക, ദൈവത്തെ സ്നേഹിക്കുക. എങ്കിൽ മാത്രമേ ഈ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇത് പ്രാപിച്ചാൽ അടുത്ത വാക്യമാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ അസാധാരണമായ അറിവിലേക്ക് നടക്കേണ്ടതിന്, ആ അറിവിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതിന് സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങൾക്ക് ആശ്വാസം പകർന്ന് ഈ ലോകത്തിലുള്ളതിനെല്ലാം കുടഞ്ഞു കളഞ്ഞിട്ട് ഉയരത്തിലുള്ളത് പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുക്കത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.